ആയിട്ടൊരു സംഭവം പറയുന്ന ഏതാ ഉള്ളത്? മനോരമയിൽ ഇത്രയും നന്നായിട്ട് സംഭവം പറയൂ? അയ്യോ, മനോരമ വായിക്കാൻ പോണ പെണ്ണിന്റെ അവസ്ഥ എന്താ? അവൾ ഏറ്റവും അവസാനം നോവൽ വായിക്കും. മേരിക്കുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അവള് കയറെടുത്തു, മച്ചിന്റെ മുകളിൽ കയറി, കയറിൽ കുരുക്കിട്ടു. കഴുത്തിലേക്ക് ഇടാൻ നേരത്ത് അവൾ ഭർത്താവിനെയും മക്കളെയും ഒക്കെ മനസ്സിലോർത്തു. ഇല്ല, അവൾ ഉറച്ചു, ഞാൻ ഇനി ജീവിക്കുന്നില്ല. കയറിൽ കുരുക്കിട്ടു, കഴുത്തിലേക്ക് കുരുക്ക് കയറ്റിയിട്ടു. താഴേക്ക് ചാടാൻ അവൾ ഒരു കാല് പൊക്കി തുടരും. സംഭവം തീർന്നു. ഈ ഒരു കാല് പൊങ്ങിയോടുകൂടെ തീർന്നു, തുടരും. ഇത് വായിച്ച നമ്മുടെ താത്താക്ക് എന്തില്ല, പിന്നെ ഉറക്കമില്ല. രാത്രി ഭർത്താവ് വരുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ട് തിരിയുന്നു. മേരിക്കുട്ടിയുടെ വഫാത്ത് കഴിഞ്ഞോ 3-ാം പാത്തി കഴിഞ്ഞോന്ന് അറിഞ്ഞുകൂടാ. അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തു പറ്റി? എന്തോ ഉറക്കം വരുന്നില്ല. പാവം ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലെ മുസ്ലിയാർ എഴുന്നേറ്റ്, പൊന്നു ഉസ്താദ്, എൻ്റെ ഭാര്യയ്ക്ക് ഉറക്കമില്ല, ഒരു നൂല് മന്ത്രിച്ചേരി. ഇവിടെ നൂല് പോയിട്ട് ഇരുമ്പിന്റെ തകടി കെട്ടിയിട്ടായി ഉറക്കം വരൂല. കാരണം എന്താ? ഉറക്കം വീണ പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ 4 രൂപ എടുത്തോണ്ട് ഓടും. പോയി മേടിച്ചോണ്ട് വന്ന് നിവർത്തി നോക്കുക. ആദ്യം ഇവള് മരിച്ചോന്നറിയണം. എടുക്കുമ്പോൾ താ എഴുതിയിരിക്കുന്നു, മേരിക്കുട്ടി തീരുമാനിച്ചു, വേണ്ട, അവള് താഴെ ഇറങ്ങി. ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ. എന്നാൽ എന്റെ പൊന്നു സഹോദരിമാരെ, ഞാൻ എന്റെ എല്ലാ അവശതയുടെയും വിവശതയുടെയും ഞാൻ സംസാരിക്കുകയാണ്. പക്ഷെ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ള അള്ളാഹിന്റെ ഖുർആൻ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കണം നിങ്ങൾ. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നീ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായപ്പോ 100 അടി അടിക്കുമെന്ന് ശപഥം ചെയ്തു. അള്ളാഹു പരിഹാരം പറഞ്ഞു. എത്ര സുന്ദരമാ ഖുർആന്റെ ചരിത്രം കേൾക്കാൻ. അള്ളാഹു ഒരു പോംവഴി പറഞ്ഞു കൊടുത്തു, അയ്യൂബേ പേടിക്കണ്ട, ഭാര്യ 100 അടി അടിച്ചോ, നീ ശപഥം ചെയ്തല്ലേ, സത്യം ചെയ്തതല്ലേ, നീ ശപഥം ചെയ്തത് അങ്ങനെ തന്നെ ചെയ്തോളൂ. ഖുർആൻ സൂറത്ത് സ്വാദ്. ഞാനീ പറയുന്ന ഖുർആനാണ്. ഖുർആൻ സൂറത്ത് സ്വാദ്. وخذ بيدك لغثا فاضرب به ولا تهنث إنا بددناه صابرا. നീ നിന്റെ കൈകൊണ്ട് 100 പുല്ലിന്റെ കതിരുകൾ വെട്ടിയെടുക്കുക. ആ 100 പുല്ലുകൾ ചേർത്ത് വെച്ചിട്ടൊരു കെട്ടാക്കുക. ആ കെട്ടുകൊണ്ട് നിന്റെ ഭാര്യ ഒരു പ്രാവശ്യം അടിക്കയ്യൂബേ, എന്നാൽ നിന്റെ ശപഥത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന് നീ മോചിതനായെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹ് പറഞ്ഞു, അയ്യൂബേ വഖുദ് ബിയദിക ലഗത, അയ്യൂബേ നീ നിന്റെ കൈ കൊണ്ട് പോയി 100 പുല്ല്, എന്താ പറയാ, പോച്ചെന്ന് പറയോ, പില്ലെന്ന് പറയോ, പുല്ലെന്ന് പറയോ, എന്താ പറയും, പുല്ല്, പോച്ച, വഫീ റിവായത്തുൻ ഉഖറ, പോച്ച. പല സൈസ് പലത് പറയാതല്ലോ ആട്ടെ. പോച്ചെന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഗത്താണ്. ഇവിടെ പുല്ലെന്ന് ഒറ്റ കതിര്, പുൽക്കതിര്, എന്തേലും ആകട്ടെ. പേടിയാ പറയാൻ, അതുകൊണ്ടാണ് ഈ ചോദിച്ചിട്ട് പറയണ, പേടിയാണ് പറയാൻ, അതുകൊണ്ടാണ്. ഓരോരുത്തടുത്ത് ഓരോ പ്രശ്നങ്ങളാണ്. പള്ളിയിലെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി ഒക്കെ ഇരിക്കുന്നു, വാത് പറയുന്നു, പ്രസിഡന്റും ഉണ്ട്. ഊളന്റെ കഥ പറഞ്ഞു. ആളുകൾ മുഴുവൻ തലതല്ലി ചിരി. ഊളന് ഞാൻ പറയേണ്ട താമസം ആളുകൾ ചിരിക്കാൻ തുടങ്ങി. ഭയങ്കര ചിരി, തലതല്ലി ചിരി. ഞാൻ പെട്ടുപോയി. പടച്ചനിപ്പോ എന്താ ഇപ്പൊ കഥ? ഇങ്ങനെ ചിരിക്കാൻ കാര്യം എന്താ? നാട്ടുകാർ മുഴുവൻ, എനിക്കറിയില്ല. ഞാൻ പിന്നെ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ മുണ്ടൊക്കെ കൊടുത്തിട്ട് തന്നെ ഇരിപ്പുണ്ട്. പ്രസംഗത്തിനിടയിൽ ഇപ്പൊ അതെല്ലെങ്ങാനും അറിയാൻ പാടില്ലാണ്ടാണ് ഒന്നുമില്ല. എല്ലാം പ്രസിഡന്റാണ് ചമ്മി അടിച്ചവിടെ ഇരിക്കുന്നത്. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ പള്ളിയിലെ ഖത്തീബിനോട് ഊളെന്ന് പറയുമ്പോൾ ഇത് മാത്രം ചിരിക്കാൻ കാര്യം എന്താ? അപ്പോൾ ഒരു പൊന്നുസ്താദ്, അപ്പൊ അവിടുത്തെ പള്ളി പ്രസിഡന്റിന്റെ ഇരട്ടപ്പേര് ഊളന്നാ. എനിക്കറിയാം സംഭവം നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ നാട്ടിലും ഓരോ ഭാഷ ഉണ്ടാവും. ഇവിടെ പറയുന്ന ഭാഷയല്ല വേറെടുത്ത ഭാഷ. തിരുവനന്തപുരം ഭാഗത്ത് പോച്ചെന്ന് പറയും. അവരുടെ ഭാഷ തന്നെ ഒരു വല്ലാത്ത ഭാഷയാണ്. എന്തരടെ അപ്പി സുഖങ്ങളൊക്കെ തന്നെ, വെള്ളങ്ങളൊക്കെ കുടിച്ചാടെ, എല്ലാം ബഹുവചനമാണ്. ഞാൻ പൂന്തറയൊക്കെ ഓതുമ്പോൾ അവധി കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഭക്ഷണം നൽകുന്ന വീട്ടില് അവരൊക്കെ ചോദിക്കും, അപ്പി സുഖങ്ങളൊക്കെ തന്നെ, നാട്ടില് എല്ലാം ബഹുവചനമാണ്. അത് സഹിക്കാം. പിന്നെ വീണ്ടും ചോദിക്കും, നാട്ടിൽ വാപ്പാമാർക്കൊക്കെ സുഖം തന്നെയുടെ. ഭാഷയിലുണ്ടാകുന്ന വളരെ ഗൗരവതരമായ, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിരിക്കണേന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ എന്നാലും അവർക്കൊരു ഗുണവും കൂടിയുണ്ട്. എത്ര വലിയവനാണെങ്കിലും അപ്പീന്ന് വിളിക്കൂ, നല്ല സ്നേഹമുള്ള വിളിയാണ്. പക്ഷെ തൃശ്ശൂർ നിങ്ങൾ ചെന്ന് നോക്ക്, അവര് ചോദിക്കണ കേട്ടാ നമുക്ക് വലിയ പേടി തോന്നും. ഒരു തൃശ്ശൂരുകാരൻ നമ്മളിവിടെ നിൽക്കുക, എന്തേ, അവര് ചോദിക്കണ വിളിക്കൊരു അകലമുണ്ട്. നമ്മളെന്താന്നല്ലേ. പക്ഷെ തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു എന്താ അപ്പി, എന്തിരുടെ അപ്പി എന്ന് ചോദിക്കും. അതിനൊരു വാത്സല്യമുണ്ട്.
അതിന് ചില പ്രശ്നങ്ങളും ഉണ്ട്. അപ്പി എന്ന് പറഞ്ഞാൽ മലബാറിൽ നിന്നൊരു പയ്യൻ പെണ്ണ് കാണാൻ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ പെണ്ണ് കൊണ്ടുപോയി ചായ ഒക്കെ കുടിച്ചു. ചെറുക്കനും കൂട്ടരും മലബാറുകാരാണ്. അപ്പോൾ പെണ്ണിൻ്റെ ഉമ്മ വാതിലിൽ ചാരി എന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പി ഇട്ട ചായ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കുടിച്ചവർ മുഴുവൻ ഛർദ്ദിച്ചു. മലബാർ അപ്പി എന്ന് പറഞ്ഞാൽ സാധനം സെപ്റ്റീവ് ടാങ്കിൽ പോണതാണ്. കുടിച്ചവർ മുഴുവൻ അതേപടി ഛർദ്ദിച്ചു. ഇതിന് ഞാൻ ഖുർആന്റെ പരിഹാരം പറയട്ടെ. അള്ളാഹ് പറയുന്നു ഈ ഭാഷയിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടായി. വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും. നിങ്ങളുടെ നിറത്തിലും നിങ്ങളുടെ ഭാഷയിലും വ്യത്യാസമുണ്ടായത് അള്ളാഹുടെ വലിയ കുദറത്താണെന്ന് ഖുർആൻ മറുപടി പറയുന്നു. ഈ കേരളത്തിൽ താമസിച്ചോ മലയാളം പറയണം, തമിഴ്നാട്ടിൽ ചെന്നാൽ അതൊക്കെ മാറും, തമിഴായി. ഉത്തർപ്രദേശിൽ പോയാൽ പിന്നെ ഉറുദുവായി. ഇതാര് തീരുമാനിച്ചു ഇങ്ങനെ സംസാരിക്കണമെന്ന് ഓരോരുത്തർ? അള്ളാഹു പറയുന്നു അത് അള്ളാഹുവിന്റെ കുദറത്താണ്. അപ്പൊ 300 പുല്ല് വെട്ടിയെടുക്കുക, എട്ടിട്ട് ആ 100 എണ്ണം വെച്ചിട്ട് ഈ ചൂല് മാതിരി ഒന്ന് കെട്ടുക, കെട്ടിയിട്ട് ആ 100 പുല്ലിന്റെ കെട്ട് വെച്ചിട്ട് ഭാര്യയെ ഒന്നടിക്കുക. അപ്പൊ എത്ര അടിയായി? 100 അടിയായില്ലേ? അള്ളാഹു നല്ല ഒരു സജഷനും പറഞ്ഞു കൊടുത്തു. പൊന്നു സഹോദരിമാരെ, ഇത് ഖുർആനല്ലേ? ഇത്ര നല്ല ഒരു സംഭവം നിങ്ങൾക്ക് എന്തേ ഖുർആൻ ഓതിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത്? അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ജീവിക്കുമ്പോൾ തൗഹീദ് പഠിക്കുകയും അയ്യൂബ് നബിയോട് ഒരിക്കൽ റഹ്മാ ബീവി ചോദിച്ചു, അത്ര അയ്യൂബ് നബിയെ, നിങ്ങൾ അള്ളാഹുവിന്റെ വലിയ പ്രവാചകനല്ലേ? അള്ളാഹു നിങ്ങൾക്ക് ഇത്രത്തോളം പരീക്ഷണം തരുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിനോടൊന്ന് പറഞ്ഞുകൂടെ ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരാൻ? അള്ളാഹു നിങ്ങൾക്ക് മാറ്റിത്തരുമല്ലോ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നോ, റഹ്മാ, എന്തിനാണ് ഞാൻ അള്ളാഹുവിനോട് എന്നെ പരിഭവവും പരാതിയും പറയുന്നത്? നീണ്ട 80 വർഷം അള്ളാഹു എനിക്ക് ആവോളം സുഖം കോരി വാരി തന്നില്ലേ? ഇനി 80 വർഷം അതിന് പകരം അള്ളാഹു എന്നെ ദുഃഖിപ്പിച്ചോട്ടെ, എനിക്കൊരു പരാതിയില്ല. ഞാൻ എന്തിനാ അള്ളാഹുവിനോട് പരിഭവം പറയുന്നത്? അയ്യൂബ് നബി ചോദിച്ചു ഭാര്യയോട്, 80 വർഷം അവൻ എനിക്ക് നന്നായിട്ട് സുഖവും അനുഗ്രഹവും വാരിക്കോരി തന്നില്ലേ? ഇനി അതിനു പകരം 80 വർഷം അവൻ എനിക്ക് പരീക്ഷണം തന്നോട്ടെ, എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ഞാൻ അള്ളാഹുവിനോട് പറയാൻ ഒരു പരാതിയുമില്ല എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ പറയോ സഹോദരങ്ങളെ? നമ്മൾ പറയോ നമുക്കെല്ലാം കിട്ടി ഒരു നേരം പിടച്ചു പോയാ നിക്കരിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ? ഇത്രയും നാൾ അള്ളാഹു തന്നതിനെ കുറിച്ച് ഓർക്കൂല. നന്ദി കെട്ടവൻ. ഒരു മനുഷ്യൻ തലവേദനയാണെന്ന് പറഞ്ഞ് തലയിൽ കെട്ടിക്കൊണ്ട് വരുന്നു. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ വഴി വെച്ച് കണ്ടു. എന്തു പറ്റി? തലവേദനയാണ്. റാബിയത്തുൽ അദവി വിളിച്ചട, നന്ദി കെട്ടവനെ, ഇത്രയും നാൾ നിന്റെ തലയ്ക്ക് ഒരു വേദനയും ഇല്ലാതിരുന്നിട്ട് എന്റെ തലയ്ക്ക് വേദനയേ ഇല്ല എന്ന് ലോകത്തോട് പറയാൻ നിനക്കൊരു അടയാളം വെക്കണമെന്ന് തോന്നിയില്ലല്ലോ. ഇപ്പൊ ഒരു നേരം തലയ്ക്ക് വേദന വന്നപ്പോൾ അല്ല എനിക്ക് തലവേദന തന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി അടയാളവും കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്ന നന്ദി കെട്ടവനെ എന്ന് ചോദിച്ചു റാബിയത്തുൽ അദവിയ റളിയല്ലാഹു. നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചാണ് വേവലാതി, കിട്ടിയതിനെ കുറിച്ച് നമുക്കൊരു വലിപ്പവും ഉണ്ടാകാറില്ല. അവസാനം ഇത്രയേറെ മാരകമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെയാ ദുആ ചെയ്തത്? നിത്യജീവിതത്തിന്റെ ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെയാണ് ദുആ ചെയ്തത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർറു വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ 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 അന്നീ മസ്സനിയൽ ളുർറു, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, എനിക്കൊരു വല്ലാത്ത വിപത്ത് വന്ന് പെട്ടുപോയി തമ്പുരാനെ. അല്ലാഹുവേ വഅന്ത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നീയാണെങ്കിലോ നിന്റെ അടിമകളോട് ഏറ്റവും കനിവുള്ളവനാണല്ലോ തമ്പുരാനെ. അയ്യൂബ് നബിയുടെ ദുആ പഠിപ്പിക്കുകയാണ് ഖുർആൻ. അള്ളാഹു പഠിപ്പിക്കുക. ദുആ ചെയ്യുന്നതിനും ഒരു മാന്യതയുണ്ട്. അയ്യൂബ് നബി എന്താ ദുആ ചെയ്തത്? അല്ലാഹുവേ അന്നീ മസ്സനിയ ദുർറു, ഞാനൊരു വലിയ വിഷമത്തിലാണ്, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാകൂല അല്ലാഹുവേ. നീയാണെങ്കിലോ വഅന്ത അർഹമുർ റഹീമീൻ, നീ അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ്. അല്ലാഹുവേ നീ എനിക്ക് മാറ്റി തരണോന്ന് പോലും അയ്യൂബ് നബി പറഞ്ഞില്ല. അയ്യൂബ് നബിയുടെ ദുആ എങ്ങനെയാ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോൾ ചില ദുആ അല്ലാഹുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതെന്താ? വിനയത്തോടെ, പടച്ചോനെ എനിക്കൊരു വലിയ വിഷമത്തിലാണ് ഞാൻ, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കൂല, നീയാണെങ്കിലോ വഅന്ത അർഹമുർ റഹീമീൻ, നീ വലിയ കരുണയുള്ളവനാണ് അല്ലാഹുവേ, മാറ്റി തരണോന്ന് പോലും പറഞ്ഞില്ല. നമ്മളെങ്ങനെയാ?
പടച്ചവനെ മാറ്റിത്ത അല്ലാഹുവേ എന്ന് പറഞ്ഞ 4 നിലവിളിയും ബഹളം. അയലോക്കത്തുള്ളവനെ കിടക്കാൻ പറ്റൂല, അടുത്ത് കിടക്കണവനെ കിടക്കാൻ പറ്റൂല, ഈട്ടിയും ബഹളവും. അള്ളാഹു പറഞ്ഞതെന്താ? ഉദ്ഉ റബ്ബകും തളർറുഅൻ വഖുഫിയ ദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിരീൻ. ഉദ്ഉ റബ്ബകും തളർറുഅൻ വഖുഫിയ, നിങ്ങളുടെ അല്ലാഹുവിനെ വിനയത്തോടെ സാവധാനത്തിൽ നിങ്ങൾ വിളിക്കീൻ. ദൂനൽ ജഹരി മിനൽ ഖൗലി, ഉറക്ക വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന അല്ലാഹുവിന്റെ ഖുർആൻ. ദുആ ചെയ്യുന്നതിനും ഒരു മാന്യതയുണ്ട്. അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവേ പടച്ചതമ്പുരാനെ, നീ കരുണയുള്ളവനാണല്ലോ അല്ലാഹ്. കേക്കീൻ സഹോദരങ്ങളെ, ഇതാണ് തൗഹീദ്. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹിനെ ഓർക്കണം. അള്ളാഹുവിന് അയ്യൂബ് നബിയുടെ ദുആ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വലിയ ചരിത്രം വിതൽ വിടത്തുകയാണ്. അയ്യൂബ് നബിയുടെ ദുആ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ ദുആ ഞാൻ കേട്ടു. അയ്യൂബേ, എവിടെയാണ് അയ്യൂബേ നിൽക്കുന്നത്? അള്ളാഹുവേ മരുഭൂമിയിലാണ് തമ്പുരാനെ. അള്ളാഹുവേ മരുഭൂമിയിലാണ് തമ്പുരാനെ. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ ഉറുകുലു ബിരിജിലികാ, സൂറത്ത് സ്വാദിൽ കാണാം. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ കാലുകൊണ്ട് മരുഭൂമിയിലും മെല്ലെ ഒന്ന് വരക്കുക. അയ്യൂബ് നബി മരുഭൂമിയിലും മെല്ലെ ഒന്ന് കാലുകൊണ്ട് വരക്കുമ്പോ ഒരു ജലസാന്നിധ്യത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാതെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഊഷരഭൂമിയുടെ നടുവിലതാ ഒരു ജലത്തിന്റെ നീ പൊട്ടിയൊലിക്കുകയാണ്. അയ്യൂബ് നബി എന്ന ആ പ്രവാചകന്റെ കാൽപ്പാടം തൊടയാൻ താമസം മരുഭൂമിയുടെ നടുവിൽ ഒരു ജലസരിത്ത് നിർഗളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അള്ളാഹു പറഞ്ഞു, അയ്യൂബേ 40 അടി കൂടി മുമ്പോട്ട് നടക്കുക. അയ്യൂബ് നബി 40 അടി കൂടി മുമ്പോട്ട് നടന്നു. ഒന്നുകൂടി കാലൊന്ന് സ്പർശിക്കയ്യൂബേ. അയ്യൂബ് നബി രണ്ടാമതും കാലുകൊണ്ട് മരുഭൂമിയിലൊന്ന് സ്പർശിച്ചപ്പോ മരുഭൂമിയിൽ രണ്ടാമത്തെ ജലസരിത്ത് നിർഗളിച്ചു. 2 നീരുറവകൾ മരുഭൂമിയിലൂടെ ഒലിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ റബ്ബാരെന്നറിയുമോ? മരുഭൂമിയുടെ നടുവിൽ നിന്ന് നീരുറവ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ റബ്ബുണ്ടല്ലോ. കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ തമ്പുരാൻ. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ ഉറുകുലു ബിരിജിലികാ, നിന്റെ ശരീരം മുഴുവന് പടുത്തു വിറങ്ങലിച്ച് നിൽക്കുകയല്ലേ? ആ കാലുകൊണ്ട് പച്ചവെള്ളത്തിലൊന്ന് മുക്കയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടെ റബ്ബിനോട് ചോദിച്ചുവത്രേ. അള്ളാന്റെ ഖുർആനാണ്. അല്ലാഹുവേ മാരകമായ രോഗം മാറാൻ പച്ചവെള്ളത്തിൽ കാല് മുക്കിയാൽ എങ്ങനെയാണ് അല്ലാഹുവേ മാറുന്നത്? ഹദാ മുഗ്തസലുൻ ബാരിദും വശറാബ്, ഇത് കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന പച്ചവെള്ളമല്ല റബ്ബേ. അയ്യൂബ് നബിയെ സംബന്ധിച്ചോളം പച്ചവെള്ളത്തിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് കുടിക്കാൻ കൊള്ളാം, മറ്റൊന്ന് കുളിക്കാൻ കൊള്ളാം. മൂന്നാമതൊരു ഉപയോഗമുണ്ടോ തമ്പുരാനെ? എന്തിനാണ് സഹോദരങ്ങളെ സംശയിക്കുന്നത്? എന്തിനാണ് റബ്ബിന്റെ കുദറത്തിൽ സംശയിക്കുന്നത്? എന്തിന്? അള്ള പറഞ്ഞു, പച്ചവെള്ളത്തിലേക്ക് കാലുമുക്ക്. ഞാനല്ലയോ നിന്നോട് പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പച്ചവെള്ളത്തിൽ കാലുകുത്തേണ്ട താമസം അയ്യൂബ് നബിയുടെ മാരകമായ രോഗം മുഴുവനും അപ്രത്യക്ഷമായി. അയ്യൂബ് നബിയുടെ പഴയ സൗന്ദര്യം തിരിച്ചു കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅൻസലല്ലാഹു ജറാദൻ മിനൽ ദഹബ്, അല്ലാഹു സ്വർണ്ണത്തിന്റെ വെട്ടുകിളി ഇറക്കി കൊടുത്തു. പഴയ സുഭിക്ഷതയിലേക്ക് അയ്യൂബ് നബി കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ് പറയുമ്പോ, അല്ലാഹനെ കുറിച്ച് പറയുമ്പോ, ആരാ അയ്യൂബ് നബി മാരകമായ രോഗം ബാധിച്ചിട്ട് കിടക്കുമ്പോ മരുഭൂമിയുടെ നടുവിൽ നിന്ന് അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിവ നൽകാണ്. മരുഭൂമിയിൽ മരുപ്പച്ച ഉണ്ടാക്കിയ, മരുഭൂമിയുടെ നടുവിൽ നീരുറവ സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. സമൂദ് ഗോത്രം ബഹുമാനപ്പെട്ട സാലിഹ് നബിയോട് ദിട്ടാന്തം ചോദിച്ചപ്പോ കരിമ്പാറക്കെട്ടിന്റെ നടുവിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടായത് എവിടെ നിന്നാ? എവിടെയാ സമൂഹമേ ചരിത്രത്തിന്റെ ഗതിപഥങ്ങൾ മറന്നു പോകുന്നത്? എന്താ? ഇപ്പോഴും ഇറാഖിൽ പോയാൽ കാണാം, റൊട്ടി കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്നല്ലേ ജലപ്രളയം ഉണ്ടായത്. സാധാരണ അടുപ്പിൽ നിന്ന് തീയല്ലേ വരിക, പക്ഷേ റൊട്ടി കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, വഫാറ തന്നൂർ
പറയുന്ന തന്തൂറടുപ്പിന്റെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തെ മുഴുവനും മുക്കിക്കളയാൻ ഒരു റൊട്ടിക്കച്ചക്കടവരക്കാരന്റെ തീ കനലുകളുടെ ഇടയിൽ നിന്ന് പച്ചവെള്ളത്തിന്റെ പ്രഭാകം സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ, ആകാശത്ത് നിന്ന് ഈസാ നബിക്കും ആയുധ ഇറക്കി കൊടുത്ത നിന്റെ റബ്ബുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ ജീവിതത്തിന്റെ സർവ്വപ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന്റെ ആകുലതകളും വ്യാകുലതകളും പറയാൻ കഴിയുന്ന, പച്ചവെള്ളത്തിൽ കാലുമുക്കിയപ്പോൾ രോഗത്തിന് ശിഫ നൽകിയതിന്റെ തമ്പുരാൻ. എന്തേ സഹോദരാ, പ്രയാസങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാനെ മറന്നുപോയതെന്താ? റബ്ബിനെ മറന്നുപോയതെന്താ? അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിഫ കൊടുത്ത റബ്ബിനെ മറന്നുപോയതെന്താ? എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പറയാൻ കഴിയാത്തത്. 120-ാമത്തെ വയസ്സിലല്ലേ സക്കരിയ നബിക്ക് അല്ലാഹു മക്കളെ കൊടുത്തത്. 98-ാമത്തെ വയസ്സിലല്ലേ അശാബിന്ദ് ഫാക്കൂദ് ഗർഭം ധരിച്ചത്. 120 വയസ്സുള്ള സക്കരിയ നബിക്ക് മക്കളെ കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ലോകത്താർക്കാണ് അതിന് പകരം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? അള്ളാഹു ഒരാൾ പ്രസവിക്കണ്ടാണ് തീരുമാനിച്ചാൽ ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ യഹബു ലിമൻ യശാഉ ഇനാഥാ വയഹബു ലിമൻ യശാഉ ദുകൂർ. അള്ളാഹു പറഞ്ഞു, ചിലർക്ക് ഞാൻ പെൺകുട്ടികളെ നൽകും, ചിലവർക്ക് ഞാൻ ആൺകുഞ്ഞുങ്ങളെ നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാഥാ. ചിലർക്ക് ഞാൻ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും നൽകും. നാലാമത് അള്ളാഹു ഒന്നുകൂടി പറഞ്ഞു, വയജഅലു മൻ യശാഉ അഖീമാ. ഉദ്ദേശിക്കുന്ന ചിലരെ ഞാൻ പ്രജനന ശേഷി നഷ്ടപ്പെട്ട വന്ധ്യകളാക്കി മാറ്റിക്കളഞ്ഞേക്കാം, മലടികളായി ഞാൻ ആ പെണ്ണിനെ മാറ്റിക്കളഞ്ഞേക്കാം. ആർക്കാണ് അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? ആർക്കാണ് കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? പാത്തുവൈൻഡർ സോജേണറും ചന്തടിലേക്ക് പോകട്ടെ, പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞിനെ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ആർക്കാണ് കഴിയുന്നതെന്ന് റബ്ബ് ചോദിക്കുമ്പോ 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയെടുക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ കൃത്രിമമായിട്ടൊരു മനുഷ്യ ശരീരം ഉണ്ടാക്കാമെന്ന് ശാസ്ത്രം പറയുമ്പോ ആർക്കാ ആ മനുഷ്യ ശരീരത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ മുളപ്പിക്കാൻ കഴിയുക? അല്ല കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച, പക്ഷെ അള്ളാഹുടെ ഖുർആൻ പറയുന്നു 120-ാമത്തെ വയസ്സിൽ ഒരു പെണ്ണ് പ്രസവിച്ചു. ഇല്ലേ? പെണ്ണ് പ്രസവിച്ചില്ലേ? അയ്യോ, ബഹുമാനപ്പെട്ട സക്കരിയ നബിക്ക് വയസ്സെത്ര? 120. റബ്ബിനെ കുറിച്ച് അറിയണം സഹോദരങ്ങളെ. ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ ഒരു ഉൽപ്പാദിപ്പിക്കാൻ ആർക്കാ പറ്റുക? ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കുക, ഒരു മനുഷ്യരുണ്ടാക്കുക ഒരു പാടുമില്ല. 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ മനുഷ്യന്റെ ശരീരമായി. ഇത് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള ചേരുവയല്ല പറഞ്ഞത്, അന്തം വിട്ടേക്ക് അതിന്റെ കുക്കറി ഷോയ. 10 ഗ്യാലൻ വെള്ളം, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാം. പക്ഷേ ആ ശരീരത്തെ വെളിയിൽ വെച്ച് വെറുതെ അനങ്ങാത്തൊരു ബോഡി ഉണ്ടാക്കാന്നല്ലാതെ ആ മനുഷ്യ ശരീരത്തെ ഒരു മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഒരൊറ്റ പ്രാവശ്യം ഒരു പുരുഷന്റെ ഇന്ദ്രിയം മാതാവിന്റെ 8 സെന്റിമീറ്റർ നീളമുള്ള 9 മില്ലിലിറ്റർ വ്യാപ്തിയുള്ള 140 ഗ്രാം തൂക്കമുള്ള ഒരു പയർമണിയുടെ ആകൃതിയിലിരിക്കുന്ന അണ്ടാശയത്തിലേക്ക് ഒരു പ്രാവശ്യം ഒരു പുരുഷൻ ശ്രവിക്കുമ്പോൾ 20 കോടി ബീജങ്ങളാണ് ഒരു ചെറിയ ഞരമ്പിലൂടെ കടന്നു പോകുന്നത്, ഒരു ചെറിയ ഇരുട്ടറയിലൂടെ. ആ 20 കോടി ബീജങ്ങളിൽ നിന്ന് ഒരു ബീജം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. ആ കോശം ഒരു മൊട്ടുസൂചിയുടെ മൊനമ്പിന്റെ വലിപ്പം പോലുമില്ലാത്ത 20 കോടിയോളം വരുന്ന ബീജങ്ങൾ 4 മില്ലിലിറ്റർ പോലും വ്യാപ്തിയില്ലാത്തൊരു ചെറിയ ഇരുട്ടറയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഒരു ബീജത്തെ മാത്രം തെരഞ്ഞെടുത്ത് ബാക്കി 19,99,999,999 ബീജങ്ങളെ നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുത്ത് അത് മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാക്കി
ശരീരാക്കി വെച്ചിട്ട് ആ മാതാവിൻ്റെ ഉള്ളിൽ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ബീജം, ഈ കോശം വിഭജിച്ച് ആ വിഭജിച്ച കോശം ഒരു ഭ്രൂണമായി വളർന്ന് അത് വളരുമ്പോൾ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ വളർന്നു വരുന്ന കുഞ്ഞിന് സൂര്യപ്രകാശം നേരിട്ട് ഉമ്മാൻ്റെ ഗർഭാശയത്തിലടിച്ചിട്ട് ക്യാൻസർ വരാതിരിക്കാൻ അതിനെ 3 സഞ്ചി കൊണ്ട് പൊതിഞ്ഞ് ആംനിയോൺ, കോറിയോൺ, പ്ലാസൻഡ എന്നു പേരുള്ള 3 സഞ്ചി യഖ്ലുഖുക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ്. ഖുർആൻ പറഞ്ഞു 3 ആവരണമുണ്ട് ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ 3 ആവരണം കൊണ്ട് പൊതിഞ്ഞ് ഗർഭധാരണ നടക്കുമ്പോൾ 1 സ്പൂൺ ദ്രാവകം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള മാതാവിൻ്റെ ഗർഭാശയത്തെ 9 മാസവും 10 ദിവസവും പ്രായമായി കഴിയുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വ്യാപ്തി വലുതാക്കി. കുഞ്ഞു വലുതാകുന്നതിനനുസരിച്ച് ഗർഭാശയത്തെ വലുതാക്കി അവസാനം 9 മാസവും 10 ദിവസവും ആയി കഴിയുമ്പോൾ അവൻ്റെ എല്ലുകൾ മുഴുവനും താഴേക്ക് ഉമ്മയുടെ ഗർഭാശയത്ത് വെളിയിലോട്ട് വരാൻ വേണ്ടി തലയോട്ടിയുടെ എല്ല് ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് നിരങ്ങിക്കയറി അവൻ്റെ തല സ്വയമേ ചെറുതായി മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെളിയിലോട്ട് വരുന്ന ഒരു കുഞ്ഞിനെ ഇത്രയും വലിയ ജീവിതത്തിൻ്റെ സങ്കീർണമായ പാതകളിലൂടെ കൊണ്ടുപോകുന്ന തമ്പുരാനാരാ? അല്ലാഹ്ക്കല്ലാതെ ലോകത്താർക്ക കഴിയും? ഖുർആനാണ് ഈ പറഞ്ഞത്. എനിക്ക് സമയമില്ലല്ലേ ഞാൻ പറയാറ്. അള്ളാന്റെ ഖുർആനാ പറഞ്ഞ ഉമ്മാന്റെ ഗർഭാശയത്തേക്ക് കിടക്കുമ്പോൾ മോനെ, നിന്റെ ഉമ്മ ചിലപ്പോൾ നിന്നെ ഈ ടവലിലെടുത്ത് പൊതിഞ്ഞു വെക്കൂലോ, ഒറ്റ ടവലില്ല, അള്ള പൊതിഞ്ഞു വെച്ച 3 ടവലില്ല. എന്നിട്ടും പൊന്നു മോനെ, അള്ളഹാനോട് നീ നന്ദികേട് കാണിച്ചല്ലോടാ. അള്ളഹാനോടൊരു നന്ദിയില്ലല്ലോ. ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ്. 3 ഇരുട്ടറ. ആംനിയോൺ, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, ചോദിക്കുക. ആംനിയോൺ, കോറിയോൺ, പ്ലാസൻഡ, ഈ 3 ആവരണം. ഒന്നുകൊണ്ട് പൊതിഞ്ഞാലും പറ്റൂല. അള്ള രണ്ടാമത് ഒരു തുണിയും കൊണ്ടുകൊണ്ട് നമ്മളെ പൊതിഞ്ഞു, 3ാമതും പൊതിഞ്ഞു സുരക്ഷിതമാക്കി ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് നീ വെളി വന്നിട്ട് എന്തടാ ഒരു 5 വക്കത്ത് നിസ്കരിക്കാത്തത്? നിന്നേക്കാൾ വലിയ നന്ദി കെട്ടവനാരാ? എന്നിട്ട് നിനക്ക് പടച്ചില്ലോ, പടച്ചോ എനിക്ക് മാത്രം ഒന്നും തന്നില്ല, അവനെല്ലാം വാരി കോരി കൊടുത്തു. അള്ള പറഞ്ഞു, നീ എന്നെ ഓർക്ക്, ഞാൻ നിന്നെ ഓർക്കാം. അയ്യൂബ് നബി ദുഃഖം വന്നപ്പോഴും ഓർത്തു. അയ്യൂബ് നബിയുടെ രോഗം എന്താ? നിങ്ങൾ ഈ ഫ്രീസറിൽ വെച്ച ബ്ലോക്ക് കോഴി ഇരിക്കണമാതിരി ഇരിക്കണം, ഒരു അനക്കമില്ലാത്ത എന്താ? അയ്യൂബ് നബിയുടെ രോഗം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ നിങ്ങളിരുന്ന് ഉറങ്ങും. മണി 12 അതുകൊണ്ടായി ഇടയ്ക്ക് ചോദിക്കണം, ഒന്നൊന്ന് ഉസാറാവട്ടെ. അടക്കമായ മലബാറി പറഞ്ഞ ഒന്ന് ഉസാറാവട്ടെ. അയ്യൂബ് നബിയുടെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തു. നിങ്ങൾ അപ്പം എന്നോട് പറയാം, എൻ്റെ പൊന്നുസ്താദെ, ഞാൻ പെട്ടിരിക്കണ കെണിയുണ്ടല്ലോ, അതിപ്പോൾ ഇങ്ങനെയൊന്നും ദിക്ർ ചെല്ലാലൊന്നും മാറൂല, ദുആ ചെയ്താലും മാറൂല, അത്രയ്ക്ക് വലിയ കെണിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മറുപടിയും. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത കെണിയിൽപ്പെട്ട പോയ ഒരു മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തി. കേക്കിൻ ഖുർആൻ. നിങ്ങൾ എവിടെയാണ് റബ്ബിനെ മാറ്റി നിർത്തുന്നത്? അള്ളാഹിനെ ഏത് കാര്യത്തിലാണ് മാറ്റി നിർത്തുന്നത്? ഈ കാര്യം അള്ളാഹുടെ അടുത്ത് ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനിപ്പോൾ മറ്റേ പരിപാടി നോക്കിയേ പറ്റൂ. ഇതിനിപ്പോൾ മറ്റേ പരിപാടി നോക്കി പറ്റും. ഏതോടെ ഡോക്ടർ കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കൽ സിഹാബ്. ഡോക്ടർ കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കൽ സിഹാബ് അരേ വെച്ച് കെട്ടിക്കൊണ്ട് കിടക്കല്ലേ, 40 ദിവസം കെട്ടിയ. അല്ലാഹ് കാത്തു. ഞാനൊത്ത് ജപ്പാൻ ഇതിന്റെ അടുത്താണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മളോട് പറയുന്നത്, അള്ളയാണ് പറയുന്നത്. കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കലിസിയ ഇന്റർനെറ്റിൽ പരസ്യം കണ്ടില്ലേ? വാങ്ങിച്ചു കെട്ടിയ 40 ദിവസം കെട്ടിയാൽ കോടിപതിയാവും. എന്നാ പിന്നെ അയാൾ ആദ്യം കെട്ടിയാൽ പോരായിരുന്നു, ഇത് വിൽക്കാൻ നടക്കണോ? ഇവിടെ പകയാ നിനക്ക് ഒന്ന് ചിന്തിച്ചു പോരെ. അയാൾ ഇത് കെട്ടിയിട്ട് 40 ദിവസം നടന്ന് അവൻ കോടിപതിയാവില്ല, പിന്നെ അയാൾ ഇത് വിൽക്കാൻ വേണ്ടി നടക്കണം. പോലീസ് കേസായി, എന്തൊക്കെ പുലിവാലായി, പോലീസും പിടിച്ച്. അവസാനം പണ്ടാരോ പറഞ്ഞാൽ, ഉത്സവപ്പറമ്പിൽ പറഞ്ഞാൽ 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, കാലി അടിച്ചാൽ കമ്പനിക്ക്, പോലീസ് പിടിച്ചാൽ പിടലിക്ക് എന്ന് പറഞ്ഞ മാതിരിയായി. എന്നാ പിന്നെ ആദ്യം അവർക്ക് ചെയ്താൽ പോരെ? എത്ര പേരാ ചെയ്തത്? എന്റെ പൊന്നു സഹോദരങ്ങളെ, 5 വക്കത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കണം. അള്ളയൊക്കെ ഉണ്ട് ഉസ്താദെ, ഖുർആനാ നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ചു. എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് പിടിക്കാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് സർവ്വ ഐശ്വര്യം വരികയും ചെയ്യണം, എന്റെ രോഗം മാറുകയും ചെയ്യണം. അതങ്ങ് പൂനത്തിൽ കുഞ്ഞബ്ദുള്ളായിട്ട് പറഞ്ഞാൽ അത് ഇവിടെ നടക്കൂല. അള്ളാഹു പറയുന്ന ഒരു ഡിമാൻഡ് ഉണ്ട്. അള്ളാഹുവിനെ അള്ള തന്നെ പരിചയപ്പെടുത്തി തരിക. ഏത് വിഷയത്തിലാണ് നിനക്ക് റബ്ബിനെ മാറ്റി നിർത്തേണ്ടത്? നിങ്ങൾ പറയും, ഉസ്താദെ ഞാൻ പെട്ടിരിക്കുന്ന വിഷയം അത് രക്ഷപ്പെടാൻ പറ്റൂല. രക്ഷപ്പെടാൻ വേണ്ടി 1000 സാധ്യത പോലുമില്ലാത്ത, ഒരു സാധ്യത പോലുമില്ലാത്ത അപകടത്തിൽപ്പെട്ട മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ചരിത്രം പറയുന്നു വിശുദ്ധ ഖുർആൻ. അതുകൂടി പറഞ്ഞിട്ട് പറയാം. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്തു. പ്രസവിക്കാൻ സമയത്ത് ഒരു മനുഷ്യനുമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു പെണ്ണിനെയാണ് അള്ളാഹു പറഞ്ഞത്, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പേടിക്കണ്ട,
ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആരാ പറഞ്ഞത്? അള്ളയാ പറഞ്ഞത്. പക്ഷെ ആരാവണം? അള്ളാന്റെ അടിമയാകണം. അള്ളാന്റെ അടിമയാകണം. അബുദു ദീഗർ അബുദുഹു ചീസേ ദീഗർ മസറാപ്പ ഇന്തിസാറോ മുന്തസർ. അള്ളാടെ അടിമയാകണം. വേറെ ആരുടെ അടിമയായാ പോരാ. നമ്മൾ ഇന്ന് പലതിന്റെയും അടിമയാണ്. കേക്കീൻ. സമയം വളരെ സമയമായോ? നിർത്താൻ സമയമായോ? സമയമായ ഇല്ല. കൊള്ളാം. നല്ല സ്നേഹമുള്ള ആളുകൾ. ഒരു ദിവസമല്ലേ പരമാവധി എന്നെ പിഴിഞ്ഞിട്ട് വിടാൻ. ഈ പാമ്പ് ഈ കൂടെ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. അള്ളാഹു പറയുന്നു ഖുർആൻ വരിക സൂറത്ത് യൂനുസ്. അള്ളാഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ ഖുർആന്റെ സന്ദേശം എത്തിക്കണം മനുഷ്യ മനസ്സുകളിൽ. ഇതിന്റെ സംഘാടകരായി വന്ന എന്റെ പൊന്നു ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, ഈ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഗ്രന്ഥമായി മാറണം. ഇതൊരു അഭിനിവേശമായി മാറണം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചുരുക്കി പറയാൻ, കഥ പറയൽ, ചരിത്രം പറയൽ എന്റെ വിഷയമല്ല. പക്ഷെ ഖുർആൻ ചരിത്രം പറയുന്ന എന്തിനാ? വെറുതെ അല്ല. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ഖുർആൻ ചരിത്രം പറയുന്നതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. യൂനുസ് നബി നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രബോധനം നടത്തുകയാണ്. അവിടെ യൂനുസ് നബി ധാരാളം നാൾ വഅ്ള് പറഞ്ഞു. അവസാനം ഒരു മനുഷ്യൻ പോലും നന്നായില്ല. 40 വർഷം വഅ്ള് പറഞ്ഞു യൂനുസ് നബി. ഒരു മനുഷ്യൻ പോലും നന്നായില്ല, മാറിയില്ല. പിന്നെ അല്ല, ഞാൻ ഒരു ദിവസം ഇവിടെ പറഞ്ഞിട്ട്. യൂനുസ് നബി 40 ദിവസം പറഞ്ഞിട്ട് മാറിയില്ല. അവസാനം യൂനുസ് നബിക്ക് നിരാശയായി. യൂനുസ് നബി ഇനി ഇവന്മാര് നന്നാവൂല എന്ന് പറഞ്ഞ് അടുത്ത നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുറമുഖത്തെത്തി. കപ്പലിൽ അങ്കൂരമിടുന്ന തുറമുഖം ധാരാളം കേട്ട സംഭവമാണ്. പക്ഷെ ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലോട്ട് കയറാൻ തീരുമാനിച്ചു. അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു പ്രവാചകൻ മാറൽ അവരെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. പാടില്ലാത്ത ഒരു കാര്യം ചെയ്ത യൂനുസ് നബി കപ്പലിൽ കയറി. കപ്പൽ, പായ്ക്കപ്പൽ, തിരമാലകളെ കീറിമുറിച്ച് കടലിന്റെ നടുവിലൂടെ, അലമാലകളുടെ നടുവിലൂടെ കപ്പൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. കപ്പൽ ഒത്ത മധ്യത്തിലെത്തി. മാനത്ത് കാറുകൾ ഒരുമിച്ച് കൂടി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പാളികൾക്ക് നിറം മാറിയതുപോലെ എവിടെ നിന്നൊക്കെ ഒരു ഹുങ്കാര ശബ്ദം. തിമിർത്ത് പെയ്യുന്ന മഴ, കാറ്റും കോളും ആഞ്ഞടിക്കാൻ തുടങ്ങി. കപ്പല് കാറ്റിലും കോളിലും പെട്ട് കപ്പല് കിടന്ന് ചാഞ്ചാടാൻ തുടങ്ങി. കപ്പിത്താൻ അന്നത്തെ ശൈഥില്യത്തിന്റെ ചിന്ത വിളിച്ചു പറഞ്ഞു, പാപിയായ ഏതോ ഒരു മനുഷ്യൻ ഈ കപ്പലിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കടലമ്മ കോപിക്കുകയാണ്. ഈ കപ്പലിലുള്ള പാപിയെ എടുത്ത് വെളിയിലെറിഞ്ഞാൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടും. ആരാണ് പാപി എന്നറിയണം. ആരാണ് പാപി എന്നറിയാം. കപ്പലിലുള്ള ഒരാളെ എടുത്ത് വെളിയിലെറിഞ്ഞാൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടും. അതാണല്ലോ നല്ലത്. ഈ ഇന്ത്യക്കാരുടെ കൗടില്യം പറയുമ്പോൾ കേരളക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരാന്നാ പറയുന്നത്. കുരുട്ടുബുദ്ധി. ഗൾഫിൽ പോയി അറബീനെ വാറ്റുകാരുണ്ടാക്കാൻ പോലും പഠിപ്പിച്ച ആളുകളാണ് മലയാളികൾ. പാവ അറബിക്ക് അതറിഞ്ഞുകൂടാന്ന്. അവന് ഇംഗ്ലണ്ടിന്റെ സാധനം ഈ സ്വന്തം വാറ്റുകാരുണ്ടാക്കാൻ അറബിയെ പഠിപ്പിച്ച് കുടിപ്പിച്ചു കൊടുത്ത് മലയാളിയാണ്. അല്ലേ? അല്ലാതെ പറയാൻ പറ്റുമോ? അപ്പൊ ഈ മലയാളിയുടെ കുതന്ത്രം പറയുമ്പോൾ പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിമാനം വരികയാണ്, ഒരു സാങ്കല്പിക കഥ. അപ്പൊ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലെത്തിയപ്പോൾ വൈമാനികൻ പറഞ്ഞു, ഇതിൽ 3 പേര് ഓവർലോഡാണ്. അതുകൊണ്ട് ഈ വിമാനം തകർന്ന് എല്ലാവരും മരിക്കും. അതുകൊണ്ട് 3 പേരെടുത്ത് വെളിയിൽ ചാടും. അപ്പൊ ഈ വിഷയം വിവാദമാവൂല. അതുകൊണ്ട് ഈ തന്റെ നാടിന്റെ യശസ് കാക്കാൻ വേണ്ടി ആദ്യം അവിടെ ഇരുന്നത് ഒരു അമേരിക്കക്കാരനാണ്. അവൻ ജയ് എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞെടുത്ത് അവൻ താഴോട്ടിയാടി. രണ്ടാമത് അമേരിക്കാരൻ ചാടിയ പിന്നെ തൊട്ടടുത്തേക്കും റഷ്യക്കാരനാണ്. നാളെ എന്റെ നാടിനെ കുറിച്ച് ആളുകൾ വീരാഭിമാനത്തോടെ പറയണ്ടേ, ജയ് ലെനിൻ എന്ന് പറഞ്ഞ അയാളും എടുത്ത് താഴെച്ചാടി. പിന്നെ മൂന്നാമതുള്ള ഒരു ഇന്ത്യക്കാരനാണ്, പോരാത്തതിന് മലയാളി. അവനാണ് വാതിലിന്റെ സൈഡിൽ ഇരിക്കുന്നത്. അവര് വേണ്ടേ ചാടാൻ. എന്ത് ചെയ്യും? ചാടാൻ പറ്റുമോ? ചാടാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ 4 വാർഡ് നോക്കിയിട്ട് ജയ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ് തൊട്ടടുത്തിരുന്ന മൂക്ക് ചപ്പി ഒരു ചൈനീസുകാരൻ എടുത്ത് താഴെടുത്തിട്ട് എന്ന് പറഞ്ഞാൽ കപ്പല് നിറച്ച ആളുകളാണ്. ഒരാള് വെളിയിൽ പോയാൽ എല്ലാവരും രക്ഷപ്പെടും. പക്ഷെ ആരാണ് പാപി എന്നറിയണം. അവസാനം അവര് നറുക്കിടാൻ തീരുമാനിച്ചു. ഈ നറുക്ക് പണ്ട് മുതലേ ഉണ്ട്. ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നറുക്കിട്ട വിവാദമൊന്നും നമ്മൾ മറന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവിടെ നറുക്കെടുപ്പ് നടന്നു. എല്ലാവരുടെയും പേരെഴുതിയിട്ട് നറുക്കിട്ടപ്പോൾ കിട്ടിയ പേരാരെന്നറിയോ? ബഹുമാനപ്പെട്ട യൂനുസ് ബിൻ നൂൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ് വീണത്. യൂനുസ് നബി പറഞ്ഞു, ഞാൻ പാപിയല്ല. ആരും എന്നെ വലിച്ചെറിയരുത്. ഒന്നുകൂടി നറുക്കിടണം. രണ്ടാമത് നറുക്കിട്ടു. രണ്ടാമത് വന്ന പേര് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. മൂന്നാമത് നറുക്കിട്ടു. മൂന്നാമത് വന്ന പേരും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
അലൈഹിസ്സലാമിന്റെ പേരാണ്. എല്ലാവരും കൂടി രണ്ട് കൈയിലും രണ്ട് കാലിലും തൂക്കി കരയിലേക്ക് തിരമാലകളുടെ ആരവങ്ങൾ തലതല്ലി തിരിച്ചു പോകുന്ന പ്രക്ഷുബ്ധമായ കടലിലേക്ക് യൂനുസ് നബിയെ വലിച്ചെറിയുകയാണ്. കടലിന്റെ മുമ്പിലൂടെ കപ്പൽ മുന്നോട്ട് നീങ്ങി. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാരും കടന്നു വരാത്ത, ഉച്ചത്തിലൊന്ന് നിലവിളിച്ചാൽ ഒരു മനുഷ്യൻ പോലും കേൾക്കാത്ത നടുക്കടലിന്റെ മധ്യത്തിൽ കിടന്ന് തള്ളിച്ചാടുകയാണ്. ആരാണ് സഹായിക്കാനുള്ളത്? നിലവിളിച്ചാൽ നിലവിളി കേൾക്കുമോ? ആരെങ്കിലും സഹായിക്കാനുണ്ടോ? തിരമാലകളുടെ മുകളിലൂടെ യൂനുസ് നബി തത്തിക്കളിക്കുമ്പോ അതാ ഒരു നീലത്തിമിംഗലം പാഞ്ഞു വരുന്നു. അതാ ഒരു നീലത്തിമിംഗലം പാഞ്ഞു വരുന്നു. ആ നീലത്തിമിംഗലം വായ് പിളർത്തി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിമിംഗലത്തിന്റെ വായിലേക്ക് പോവുകയാണ്. തിമിംഗലത്തിന്റെ ഉദരത്തിലാണ്. ആ തിമിംഗലമാണെങ്കിലോ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി പോകുന്നു. എന്റെ ശബ്ദം കേൾക്കാൻ ചുറ്റും മൂലയിൽ തടിച്ചുകൂടിയ അള്ളാനെ കുറിച്ച് പറയുന്ന സദസ്, നമ്മുടെ ഉടമയെ കുറിച്ച് പറയുന്ന സദസ്, മനസ്സിലേറെങ്കിലും സംശയമുണ്ടെങ്കിൽ പൊന്നു സഹോദരങ്ങളെ, ഇപ്പോൾ യൂനുസ് നബി എവിടെയാ? ആരും കടന്നു വരാതെ പാരാവാരം പോലെ പരന്നെടുക്കുന്ന തിരമാലകൾ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന ആഴിക്കടലിന്റെ ഒത്ത മധ്യത്തിൽ നേരെ ആരാം കടലിൻ്റെതാണ് തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിൽ കിടക്കുകയാ. ആരാ സഹായിക്കാനുള്ളത്? രക്ഷപ്പെടാൻ കഴിയുമോ? രക്ഷപ്പെടാൻ കഴിയുമെന്ന നേരിയൊരു പ്രത്യാശ പോലുമില്ല. അത്രയും വലിയ അപകടത്തിൽ കിടക്കുകയാണ്. കടലിന്റെ അടിത്തട്ടില് തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന യൂനുസ് നബി ചെയ്തതെന്താ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. അള്ളാഹു തന്നെ പറയുന്നത് കേൾക്കുക. വദന്നൂനി ഇദ്ഹബ മുഗാളിബാ ഫലന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. തനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് യൂനുസ് നബിക്ക് ഉറപ്പായപ്പോ ആഴിക്കടലിന്റെ അഗാധമായ ഗത്തത്തിൽ കിടക്കുന്ന നീലത്തിമിംഗലത്തിന്റെ വയറ്റിലിരുന്നിട്ട് യൂനുസ് നബി പറയാൻ തുടങ്ങി, ദിക്ർ ചെല്ലാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരും വരാത്ത തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്ന് ദിക്ർ ചെല്ലുകയാ. ആരാ ദിക്റിനെ നിഷേധിച്ചതാരാ? ദിക്ർ ചെയ്താൽ പ്രതിഫലമില്ലെന്ന് കരുതിയത് എവിടെയാ? ആഴിക്കടലിന്റെ തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിലിരുന്നിട്ട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞ ദിക്ർ ചെല്ലിയപ്പോ 40 ദിവസം യൂനുസ് നബി ദിക്ർ ചെല്ലുകയാണ്. അവസാനം 40ാമത്തെ ദിവസം എത്തുമ്പോ അള്ള പറഞ്ഞു, തിമിംഗലമേ ജലോപരിതലത്തിലേക്ക് തിരിച്ചു വരിക. ആ തിമിംഗലം ആരുടെയോ ആജ്ഞ കിട്ടിയതുപോലെ സമുദ്രത്തിന്റെ തീരത്തേക്ക് തിരിച്ചു വന്നു. എന്റെ യൂനുസിനെ വെളിയിലാക്ക് തിമിംഗലമേ. ഓ തിമിംഗലം ഒന്ന് വാവിളർന്നപ്പോ വയറ്റിന്റെ ഉള്ളിൽ കിടന്ന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടൽക്കരയിലേക്ക് തെറിച്ചു വീടുന്നു. കടൽക്കരയിലേക്ക് തെറിച്ചു വീടുന്നു. ആ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ 40 ദിവസം കിടന്നത് കൊണ്ട്, വായു കടക്കാത്തത് കൊണ്ട് ശരീരത്തിന്റെ തൊലിയുടെ ഭാഗത്ത് ചെറിയ ചളിച്ചിലുണ്ടായി, അളിച്ചിലുണ്ടായി. അള്ളാഹു പറഞ്ഞു, യൂനുസേ ശരീരത്തിന്റെ പുറം ഭാഗത്ത് തൊലിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ പറയുന്നതല്ല, സൂറത്തു സാഫാത്ത് കേൾക്കുക. അള്ളാഹു കടൽക്കരയിൽ ഒരു ചെറിയ സസ്യത്തെ മുളപ്പിച്ചു കൊടുത്തു. ആ സസ്യത്തിന്റെ ഇലയെടുത്തിട്ടൊന്ന് സ്പർശിച്ചു കഴിഞ്ഞപ്പോ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യാശ നൽകുകയാ. അവൻ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തരികയാ. അങ്കലത്തിന്റെ വയറ്റുള്ളിൽ പെട്ടപ്പോ ഇനി രക്ഷപ്പെടില്ല എന്ന് നിരാശയെങ്ങാനും കടന്നു വന്ന അല്ല തന്നെ പറയുകയാണ്, ഏതായാലും ഞാൻ നശിക്കുമെന്ന് കരുതി സർവ്വതും വിട്ടുകഴിഞ്ഞാൽ ഒരിക്കലും യൂനുസ് നബി വെളിയിൽ വാകുമായിരുന്നില്ല. അവിടെ ഇരുന്നിട്ട് ദിക്ർ ചെല്ലാൻ തുടങ്ങി. ദിക്റിന്റെ പവർ എന്താണെന്നറിയോ? ദിക്റിന്റെ പവർ എന്താണെന്നറിയോ? അല്ല തന്നെ പറയട്ടെ ദിക്റിന്റെ പവർ എന്താണ്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി
ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് എങ്ങാനും നിരാശ മനസ്സിൽ ബാധിച്ചിട്ട് ദിക്റെങ്ങാനും ചെയ്യാതിരുന്നുവെങ്കിൽ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, തസ്ബീഹ് എങ്ങാനും ചൊല്ലാതിരുന്ന ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നേനെ. അള്ളാന്റെ ഖുർആൻ. എന്നാ ഞാൻ പെട്ടുപോയി, ഇനി രക്ഷപ്പെടൂല എന്ന് കരുതി നിരാശയോടെ മിണ്ടാതിരുന്നെങ്കിൽ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, യൂനുസ് നബി എങ്ങാനും ഈ തസ്ബീഹ് ചെല്ലാതെ അവിടെ എങ്ങാനും ഇരുന്നിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ അതിന്റെ അകത്ത് കിടന്നേനെ, അവൻ പിന്നീട് മോചിതനാവൂല. എന്റെ സഹോദരങ്ങളെ, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായി, പക്ഷെ അള്ളാഹുവിനോട് തസ്ബീഹ് ചെല്ലാതിരുന്നാൽ, നിസ്കാരത്തിന് ശേഷം തസ്ബീഹ് ചെല്ലാതിരുന്നാൽ, അള്ളാഹുവിനോട് ദുആ ചെയ്യാതിരുന്നാൽ അള്ളാഹു പറയുന്നു ഇല്ല, മാറ്റിത്തരില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ നിരാശ പാടില്ല, സഹോദരങ്ങളെ നിരാശ പാടില്ല. ഇൻഷാ അല്ലാഹ് ആത്മഹത്യയുടെ മുമ്പിൽ നിന്ന ഒരു പെണ്ണിനെ അല്ല പറഞ്ഞു നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു ആത്മഹത്യ വ്യാപകമാവുകയാണ്. അതുകൂടി പറഞ്ഞിട്ട് ആ സംഭവം കൂടി പറഞ്ഞ് നമുക്ക് പിരിയാം. അതിനുമുണ്ട് സഹോദരങ്ങളെ, പതറിപ്പോകരുതേ. 1000 മാരക രോഗങ്ങൾ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹു മോചനം നൽകട്ടെ. പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? പ്രയാസങ്ങളില്ലാത്ത ആരാ ഉള്ളത്? ഖുഷി ജിന്ദഗി की महलों में हमीम सो नहीं सकता, जिंदगी की नुकेली पत्थर के रास्ते पर चलना चाहिए. ഖുഷി ജിന്ദഗി की महलों में हमीम सो नहीं सकता. ജീവിതത്തിന്റെ പരവതാനി വിരിച്ച പൂവിന്റെ പരവതാനി വിരിച്ച പട്ടുമത്തയിൽ കിടക്കാനൊന്നുമല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. ജിന്ദഗിക്ക് നുക്കേലി പത്തർക്കി രാസ്തേ പർ ചലനാ ചാഹിയേ. ജീവിതം എന്ന് പറഞ്ഞാൽ കൂർത്തു മൂർത്ത് കിടക്കുന്ന കല്ലിലും മുള്ളിലും ചവിട്ടി വേണം പോകാൻ. സഹോദരങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് മുമ്പോട്ട് പോകുകയും. എന്തിനാ നമ്മൾ നിരാശരാകുന്നത്? എന്തിനാ? ഒരു ഉറുദു ചിന്തകൻ പറഞ്ഞതുപോലെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എപ്പോഴും അവന് ഇബാദത്ത് ചെയ്യാൻ അവന്റെ മലക്കുകൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ ഞാൻ ഓർക്കുന്നു, ജീവിതത്തിന്റെ ദുഃഖം പഠിപ്പിക്കാൻ വേണ്ടിയാണോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ കരുതി പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്രയും നേരം കേൾക്കുന്നതിലല്ല, ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാവണം. എല്ലാം നഷ്ടപ്പെട്ട്, സാമ്പത്തികം നഷ്ടപ്പെട്ടവരുണ്ട്, കടബാധ്യതകൾ വന്നവരുണ്ട്, മക്കളെ ഓർത്ത് പരിതപിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതം വഴിമുട്ടി നിന്നിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നാഗ്രഹിച്ചിട്ടില്ലേ? ചിലപ്പോ അങ്ങനെ ആഗ്രഹിച്ച ഒരു പെണ്ണിനെയാണ് അള്ളാഹ് പറഞ്ഞു നീ പേടിക്കണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞത്. ഖുർആൻ അള്ളാന്റെ ഖുർആനാണ്. ഈ നിശബ്ദമായി കേട്ടിരിക്കുന്ന സദസ്സ് തന്നെ അവന്റെ ജീവിതത്തിന്റെ പച്ചയായ ദുഃഖങ്ങളെയാണ് ഞാൻ തൊടുന്നത്. ഇത് അറ്റ്ലാന്റിക്കിന്റെയും പസഫിക്കിന്റെയും കഥയല്ല, ഇത് യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും വിഷയമല്ല. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ കൺമുന്നിൽ, അവന്റെ കുടുംബത്തിന്റെ 4 ചുവരുകളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന അവന്റെ നിത്യജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ തൊട്ട പരമാർത്ഥങ്ങളാണിത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഈമാനോടെ നിലനിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്തിനാണ് സഹോദരങ്ങളെ ഭയക്കുന്നത്? നീ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും പാരാവാരം പോലെ പരന്നൊടുകുന്ന കടലിന്റെ നടുവിലൂടെ ഒരു കൊതുമ്പ് വള്ളം തുടഞ്ഞുകൊണ്ട് നീ മുമ്പോട്ട് പോകുമ്പോൾ കാറ്റും കോളും തിരമാലകളും പ്രക്ഷുബ്ധമായി കടലിന്റെ നടുവിൽ നിന്റെ കൊതുമ്പ് വള്ളം തിരമാലയുടെ നടുവിൽ കടന്നിട്ട് ചാഞ്ഞിട്ട് നീ ഏകനായി കടലിൽ കടന്നാലും പൊന്നുമോനെ ഭയപ്പെടരുത്. എന്തിനാ ഭയപ്പെടുന്നത്? കം താഹിൽ തേര അന്തേശ തൂഫാൻ സഖ്യ നഹുദാതു കിസ്തി ബിതു ബഹർ ബിതു സാഹിൽ ബിതു आग किसकी दस्त तू आवाज रहती है तुझे राह तू रहबर बितू रहरू बितू राह मंजिल बितू. എന്തിനാണ് പതറുന്നത്? ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസങ്ങളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ആത്മഹത്യ ചെയ്യുന്ന നാടായി നമ്മുടെ കേരളം മാറുകയാണ്. മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്. പ്രയാസങ്ങൾ കടന്നു വരുമ്പോ റെയിൽവേ ട്രാക്കുകളിൽ ചിതറിത്തെടുക്കുന്ന മൃതദേഹങ്ങൾ,
ഒരു ചാൻ കയറിൽ തൂങ്ങിയാടുന്ന മൃതദേഹങ്ങൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഏഷ്യാ ഭൂഖണ്ഡത്തിലാണ്. ഏഷ്യയിൽ തന്നെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. എന്റെ സഹോദരങ്ങളെ, ആത്മഹത്യ ദിവസവും കാണുകയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവർ, എന്തിനാണ് നീ ഭയക്കുന്നത്? എന്തിനാ? പാരാവാരം പോലെ പരന്നൊടുകുന്ന കടലിന്റെ നടുവിൽ നീ ഏകനായാലും എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാ? കാംതാകെ ദിൽ തേര അന്തേസ തൂഫാൻ സക്യാ നഹുദാ തൂ കശ്ദീ ബി തൂ ബഹർ ബി തൂ സാഹിൽ ബി തൂ ആഹ് കിസ്കി ദസ്തു തൂ ആവാസ് റഹ്തി ഹെ തുझे राह तो रहबर भी तो रहरो भी तो मंजिल भी तो. കാന്താകതിൽ നിന്റെ ഹൃദയം പതറുന്നത് എന്തിനാണ്? എന്തിനാണ് പേടിച്ചു നീ മാറുന്നത്? എന്തിനാ? നഹുദാതു, നിനക്കൊരല്ലാഹുവില്ലയോ? നഹുദാതു, നിനക്ക് അല്ലാഹുവില്ലയോ? ആരുമില്ലാത്ത മരുഭൂമിയിൽ ആത്മഹത്യ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച പെണ്ണിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നിന്റെ അല്ലാഹുവുണ്ടല്ലോ. ഇത് ഖുർആൻ പറയുന്ന സംഭവമാണ്. ഇൻഷാ അല്ലാഹ് അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, എന്തിനാണ് ജീവിതത്തിൽ പതറാൻ പാടില്ല? ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വമൻ ഖതല നഫ്സഹു ബിഹദീദാ വഹദീദതുഹു ഫീ യദിഹി. ആരെങ്കിലും മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ, ആരെങ്കിലും മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് കുത്തി ആത്മഹത്യ ചെയ്താൽ നാളെ പരലോകത്തെത്തുമ്പോ ഫഹുവയതറദ്ദാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദാ. നാളെ പരലോകത്തെത്തുമ്പോ അതേ മൂർച്ചയുള്ള ആയുധം അവന്റെ പള്ളയിലേക്ക് അല്ലാഹു കുത്തിയിറക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വമൻ ശരിബ സുമ്മ, ആരെങ്കിലും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ ഫഹുവ യതഹസ്സാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദാ. നാളെ അതേ വിശദ്രാവകം അല്ലാഹു പരലോകത്തവന്റെ വയറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും അവൻ തറദ്ദാലാ ജബലിന്, ആരെങ്കിലും തൂങ്ങി മരിച്ചാൽ നാളെ പരലോകത്ത് നരകത്തിന്റെ അഗാഢ ഗർത്തത്തിലേക്ക് അവനെ അല്ലാഹു വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ പതറരുത് സഹോദരങ്ങളെ. മാരകമായ രോഗം നമ്മെ പിടികൂടിയാൽ എന്താ? അയ്യൂബ് നബിയെ പോലെ അല്ലാഹുവിനുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ അവനോട് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് ദുഃഖമായി മാറുമ്പോ എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിലേക്ക് മാതാവിന്റെ പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് 3 വയസ്സുകാരി പൊന്നുമോള് കടന്നു വരികയാണ്. വിവാഹം കഴിഞ്ഞ് 11ാമത്തെ വർഷം കിട്ടിയ പൊന്നുമോളാണ്. കാത്തിരുന്ന് കിട്ടിയ കൈവല്യം പോലെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ച കൺമണി. 3 വയസ്സുള്ള കുട്ടിയിടുപ്പിട്ട പൊന്നുമോൾ ഉമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പല്ലുമുട്ടയേക്കാൾ വെളുപ്പുള്ള പല്ലുകൊണ്ട് ചിരിച്ചു കൂത്താടി അവള് കടന്നു വരികയാണ്. ആ പൊന്നുമോള് 11 വർഷത്തിന് കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോൾ ഒരു ദിവസം രാവിലെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോ പൊന്നുമോള് പൊട്ടിക്കരയാൻ തുടങ്ങി. ഉമ്മ ഓടി വന്ന് നോക്കുമ്പോൾ അവളുടെ മോണയിലൂടെ രക്തത്തുള്ളികൾ കിനിയുകയാണ്. സ്വാഭാവികമായി ബ്രഷിന്റെ ഏതെങ്കിലും ഭാഗം പൊട്ടിയിട്ട് തൊട്ടിട്ട് മോണ പൊട്ടിയതാണെന്ന് കരുതിയ ഉമ്മ മകളുടെ കരച്ചിലിന് അവസാനമില്ല. അടുത്ത ഹോസ്പിറ്റലിൽ പോയി അവസാനമില്ല. അവസാനം മോണ പഴുക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഡോക്ടർമാര് പറഞ്ഞു വിദഗ്ധ പരിശോധനയ്ക്ക് എറണാകുളം ലക്ഷോറിലെത്തുക. എറണാകുളം ലക്ഷോറിലോട്ട് കടന്നു വന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോൾ, മാതാപിതാക്കളുടെ കൈപിടിച്ച് കടന്നു വന്ന പൊന്നുമോൾ വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഡോക്ടർമാര് പറയുന്നു പൊന്നുമോൾക്ക് മോണയിൽ ക്യാൻസർ ആണത്രേ. പൊന്നുമോൾക്ക് മോണയിൽ ക്യാൻസർ ആണത്രേ. വിവാഹം കഴിഞ്ഞ് 11 വർഷം കാത്തിരുന്ന കിട്ടിയ പൊന്നുമോൾക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോ അവളുടെ ഉമ്മ അതേ സ്പോട്ടില് ബോധം കെട്ട് താഴോട്ട് വീണു. എന്ത് ചെയ്യണമെന്നറിയാതെ ബോധം കെട്ട് താഴെ വീണ ഭാര്യയെ തന്റെ വലത് കൈ കൊണ്ട് താങ്ങിയെടുത്ത് ഇടത്തെ കൈയുടെ വിരലിൽ തന്റെ പൊന്നുമോളുടെ വിരലുകളും കൂട്ടിപ്പിടിച്ച് നടന്നിറങ്ങിയ ആ ചെറുപ്പക്കാരന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു കൈയിൽ ബോധരഹിതയായി കിടക്കുന്ന പൊലമ്പുന്ന പൊട്ടിക്കരയുന്ന ഭാര്യ, ഇടത്തെ കൈയിലൊന്നും അറിയാതെ വാപ്പയെ നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുന്ന പൊന്നുമോൾ.
പൊന്നുമോൾ. ആ പൊന്നുമോൾക്കറിയില്ല താൻ മരണത്തിലേക്ക് നടക്കുകയാണെന്ന്, താൻ മാരകമായ അർബുദത്തിന്റെ അടിമയാണെന്ന്. ഒന്നും അറിയാതെ നിഷ്കളങ്കമായി പൊട്ടിച്ചിരിയുന്ന പൊന്നുമോൾ എന്തോ തീരുമാനിച്ചതുപോലെ ആ ചെറുപ്പക്കാരൻ ആശുപത്രിയുടെ റൂമിൽ കയറി വാതിലടച്ചു. രാവിലെ നഴ്സുമാര് വന്ന് തട്ടി തുറക്കുമ്പോൾ തുറക്കുന്നില്ല. താക്കോൽ പടുതിലൂടെ നോക്കുമ്പോൾ ആശുപത്രി കിടക്കയിൽ കമിഴ്ന്ന് കിടക്കുന്ന 3 മൃതദേഹങ്ങളാണ്. കമിഴ്ന്ന് കിടക്കുന്ന 3 മൃതദേഹങ്ങളാണ്. ചവിട്ടിപ്പൊളിച്ചകത്തോട്ട് കിടക്കുമ്പോ കമിഴ്ന്ന് കിടക്കുന്ന ആ ചെറിയ ആശുപത്രി കിടക്കയിൽ ജീവിതത്തിൽ എന്ന പോലെ വലത് ഭാഗത്ത് പിതാവ്, ഇടത് ഭാഗത്തുമ്മ, നടുക്ക് തന്റെ വലത്തെ കൈകൾ കൊണ്ട് തരിവളയിട്ട വലത്തെ കൈകൾ കൊണ്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഇടത്തെ കൈകൾ കൊണ്ട് പിതാവിന്റെ മുതുകിലേക്ക് തന്റെ കൈയെടുത്ത് വെച്ച് കമിഴ്ന്ന് കിടക്കുന്ന 3 വയസ്സുകാരി പൊന്നുമോൾ. തൊട്ടടുത്തൊരു ഒഴിഞ്ഞ കീടനാശിനിയുടെ കുപ്പി, അതിന്റെ താഴ്ഭാഗത്തൊരു വെള്ളക്കടലാസിൽ ചിതറിത്തെറിച്ച അക്ഷരങ്ങൾ കാണാം. ഞങ്ങളുടെ പൊന്നുമോളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന്? അവളുടെ ചിരി കാണാത്ത ഇനി ഒരു ജീവിതം ഞങ്ങൾക്ക് കാണില്ല. അതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളെ കുറ്റപ്പെടുത്തരുതേ. അവള് പോകുന്നിടത്തോട്ട് ഞങ്ങളും പോയി കൊള്ളട്ടെയോ? അവളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന്? അവള് പോകുന്നിടത്തേക്ക് ഞങ്ങളും പോയി കൊള്ളട്ടെയോ എന്ന് പറഞ്ഞ് കീടനാശിനിയിലെ വിശക്കുപ്പിയിലെ ദ്രാവകം മകളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആത്മഹത്യ ചെയ്ത മാതാപിതാക്കൾ. ആ രംഗം വളരെ ഹൃദയഭേദകമാണ്. സാധാരണ ഉമ്മ വാപൊളിക്കാൻ പറയുന്നത് അമ്മിഞ്ഞപ്പാല് തരാനാണ്. അന്ന് ആ കുഞ്ഞ് വാപൊളിച്ചിട്ടുണ്ടാവില്ലേ തന്റെ ഉമ്മതനെ കമ്മിഞ്ഞപ്പാല് തരാനാണെന്ന്. അമ്മിഞ്ഞപ്പാല് കൊടുത്ത അതേ കവിളിലേക്ക് ഉമ്മ ഒഴിച്ചു കൊടുത്തത് കീടനാശിനിയാണ്. സ്വന്തം മകള് പിടഞ്ഞു പിടഞ്ഞു മരിക്കുമ്പോ അതേ കീടനാശിനി കടിച്ച് ആത്മഹത്യ ചെയ്തു പോയ മാതാപിതാക്കൾ. സബേഹം 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 ഇങ്ങനെ കരയാൻ മാത്രം അല്ലാഹുവേ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇങ്ങനെ പരീക്ഷിക്കപ്പെടാൻ മാത്രം എന്ത് അപരാധമാണ് തമ്പുരാനെ ഞങ്ങൾ ചെയ്തത്? സഹോദരങ്ങളെ, ജീവിതം ദുഃഖമാണ്. ജീവിതം ദുഃഖിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നിപ്പോകുന്നത് പോലെ, ആരോ പറഞ്ഞതുപോലെ അറബിക്കടലിന്റെ ജലത്തുള്ളിയല്ല കൂടുതൽ, മനുഷ്യന്റെ കണ്ണിലൂടെ ഒഴുകി ഒലിക്കുന്ന കണ്ണുനീരാണ് കൂടുതൽ. കണ്ണുനീരാണ് അളന്നു നോക്കിയാൽ കൂടുതൽ. ജീവിതം ദുഃഖമാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ദുഃഖമാണ്, ദുഃഖമാണ്. അല്ലാഹു നമ്മുടെ ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. എന്റെ സഹോദരങ്ങളെ, ദുഃഖങ്ങളില്ലാത്തവരാരുമില്ല. ഞാൻ ആത്മഹത്യയുടെ മുനമ്പിലെത്തിയിട്ട് അതിർന്ന് ചിരിച്ചു വന്ന ഒരു പെണ്ണിന്റെ കഥ പറയുന്നതിന് മുമ്പ് 100 കണക്കിന് 1000 ആളുകൾ ഒരു പാരാവാരം പോലെ തടിച്ചുകൂടിയ നീണ്ട 2.5 മണിക്കൂറുകളായി ഒരു സൂചിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദതയിൽ കണ്ണുമുഖത്ത് നിന്ന് പറിക്കാതെ കേട്ട് നിന്ന എന്റെ പ്രിയപ്പെട്ട ചുറ്റുമൂലയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിന്റെ ഹൃദയത്തിൽ വിരൽ തൊട്ടിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ സദസ്സിൽ, അള്ളാഹുവിന്റെ വിശുദ്ധമായ സദസ്സിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ ദുഃഖങ്ങൾ മാറണോ? നിങ്ങളുടെ പ്രയാസങ്ങൾ മാറണോ? അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അയ്യൂബ് നബിയെ പോലെ അള്ളാഹുവേ 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 തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് പറയാൻ കഴിഞ്ഞാൽ സത്താർ ഗഫാർ വഹീഹേ ബന്ദോങ്ക ഗംഖാർ വഹീഹേ സത്താർ ഗഫാർ വഹീഹേ ബന്ദോങ്ക ഗംഖാർ വഹീഹേ. അടിമകളുടെ ദുഃഖം അറിയുന്ന തമ്പുരാൻ അവൻ മാത്രമാണ്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിനൊരു ലക്ഷ്യമുണ്ട്. എല്ലാവരും ഞാൻ ചോദിക്കുന്നത് ഇതുകൂടി പറഞ്ഞ് അവസാനം 10 സലാത്ത് ചൊല്ലി കാര്യമായി ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. പക്ഷേ ഈ സദസ്സിൽ കുറച്ച് സുമനസ്സുകൾ ഉണ്ടാകണം. മനസ്സിൽ തക്കവയുള്ള അള്ളാഹിനെ കുറിച്ച് ബോധമുള്ളവരുണ്ടാകണം. ഈ സംഘാടകർ ഒരു നിർധനയായ യുവതിയെ കണ്ടെത്തിയിട്ടുണ്ട്. അവളുടെ വിവാഹത്തിന് വേണ്ടി ഒരല്പം ധനസഹായം നമുക്ക് കൊടുക്കണം. ഇത്രയും നേരം 2 മണിക്കൂർ ഞാൻ അള്ളാഹിന്റെ ഖുർആൻ മാത്രം പറഞ്ഞ സദസ്സാണിത്. എല്ലാ സദസ്സിലും ഈ വിനീതം ചോദിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഫീഹി ശിഫാഉൽ ലിന്നാസ്
മാ ഹുവ ശിഫാ. അല്ലാഹു പറഞ്ഞു ഖുർആൻ രോഗശമനമാണെന്ന്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു. ഈ സദസ്സിൽ നിന്നാകുവേ ഉസ്താദെ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി 6666 രൂപ ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്തിട്ട് പിന്നീട് ഈ സംഘാടകരെ ഏൽപ്പിക്കുക. ഞാൻ ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്യുകയാണ്. എന്റെ അല്ലാഹുവേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറാൻ, എന്റെ പൊന്നുമക്കൾ 6666 ആയത്തുകൾ കാണാതെ പഠിച്ച ഹാഫിളീങ്ങളായി മാറാൻ എത്രയോ സദസ്സിൽ ഈ വിനീതൻ ആയിരക്കണക്കിന് സദസ്സുകളിൽ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ സദസ്സുകളിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ കടമെടുത്ത് ഈ സദസ്സിൽ ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് സഹാബത്തിനോട് ചോദിക്കും, ഒരു സദക്ക ചോദിച്ചിട്ട് ആരാ പറയുന്നത് ആദ്യം? ആ സമയത്തൊരു സഹാബി ചാടി എഴുന്നേക്കും, അനയാ റസൂലല്ലാഹ്, ഞാൻ തരാൻ നബിയേ. ആരെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത് എത്ര കൊടുത്താലും മതി വരൂല. ചാടി എഴുന്നേറ്റിട്ട് പറയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ അതിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത പ്രതിഫലം എന്താണെന്നറിയോ? മരണസമയമായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ കഴിയുകയാണ്. എതിരാളികൾ വീട് മുഴുവനും വളഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ല, ഒരു നേരത്തെ വെള്ളം കുടിക്കാനില്ലാതെ ഉപരോധം ഏർപ്പെടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് സുന്നത്ത് നോമ്പാണ്. സുന്നത്ത് നോമ്പുമായിട്ട് അസർ നിസ്കാരം കഴിഞ്ഞപ്പോൾ ശരീരം വാടി തളർന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ തൊണ്ട വരണ്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മുസല്ലയിൽ കിടന്നു മയങ്ങിപ്പോയി. നോമ്പുകാരൻ ഏറ്റവും ക്ഷീണമുള്ള സമയമാണ്. ആ സമയത്ത് മുസല്ലയിൽ കിടന്ന് മയങ്ങിപ്പോകുമ്പോ ആ മയക്കത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ആരെയെന്നറിയോ? നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. റസൂലുള്ള സ്വർഗത്തിലിരിക്കുകയാണ്. വലത് ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇടത് ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. മുമ്പിലാണെങ്കിലോ സ്വർഗത്തിന്റെ ഭക്ഷണം ഇങ്ങനെ നിരത്തി സ്വർഗത്തിലെ പടവർഗ്ഗങ്ങൾ വെച്ചിരിക്കുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാൻ, തൊണ്ട വരളുന്ന ഉസ്മാൻ? സ്വപ്നത്തിൽ തന്നെ മറുപടി പറഞ്ഞു, അതെ നബിയേ, സുന്നത്ത് നോമ്പാണോ ഉസ്മാൻ? അതെ നബിയേ, സുന്നത്ത് നോമ്പാണ്. നോമ്പ് തുറക്കാൻ പച്ചവെള്ളം പോലും കയ്യിലില്ല ഉസ്മാൻ. ഇല്ല നബിയേ, ഇല്ല എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ പോരുന്നു? സ്വർഗത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് നോമ്പ് തുറക്കാൻ. വരുന്നു നബിയേ, വരുന്നു നബിയേ, ഞാൻ വരുന്നു നബിയേ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്നാ ഉസ്മാനെ നോമ്പ് തുറന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ റിസാലത്തിന്റെ കരങ്ങളങ്ങ് പൊന്തിച്ചപ്പോ അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ അരുവിയുടെ വെള്ളമൊലിക്കാൻ തുടങ്ങി. ഭൂമിയിൽ കിടക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാ പിളർന്നപ്പോ ആ വായിലൂടെ സ്വർഗത്തിന്റെ നദിയുടെ വെള്ളം താഴേക്ക് ഇറങ്ങി. സഹോദരങ്ങളെ, ഭൂമിയിൽ കിടന്നിട്ട് സ്വർഗത്തിന്റെ ജലം കൊണ്ട് നോമ്പ് മുറിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ